പിന്നെ ഇതിന്റെ പിന്നിലൊരു തന്ത്രവും കൂടി ഉണ്ട്. ആ തന്ത്രവും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ മറ്റേ റിയൽ AMM വിൽ ബി ബാക്ക്. അതായത് ഈ സംഭവം പ്രസ്ഥാനമുണ്ടായി മറ്റേ നമ്മുടെ ഇടവേള ബാബു, ഇടവേള ഇല്ലാത്ത സിദ്ദിഖ്, ഈ ഇടവേള ബാബു സിദ്ദിഖിനെയൊക്കെ അറിയാലോ, എല്ലാവർക്കും ഇതിന് ആരോപണങ്ങളല്ല. അപ്പൊ ആളെ പിന്നെ മോഹൻലാൽ ഇവരൊക്കെ കൂടിയാണ് നയിച്ചത്. ഇവരൊക്കെ വളരെ ബുദ്ധിപരമായി ചെയ്തൊരു പ്രവൃത്തിയാണ് എന്നറിയാമോ? സ്ത്രീകളെ പറഞ്ഞേൽപ്പിക്കാന്ന് പറഞ്ഞു. അപ്പൊ സ്ത്രീകളെ പറഞ്ഞേൽപ്പിച്ചു. അപ്പൊ സ്ത്രീകളെ അതിനേക്കാളും മോശം, അപ്പൊ നിങ്ങളാണ് ഭേദം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, മനസ്സിലായി? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ DGP ആയിട്ട് ലോക്നാഥ് ബെഹ്റ ഇരുന്നപ്പോ അദ്ദേഹത്തിന് വളരെ മോശമായിരുന്നു. ഇല്ല, സാജു കൊടിയനെ പോലുള്ള ഒരാളാണ്, വെറും കൊമേഡിയനാണെന്നൊക്കെ ആളുകൾ എന്ത് ചെയ്തു പറഞ്ഞിരുന്നു. ലോക്നാഥ് ബെഹ്റ മാറി അടുത്ത DGP വന്നപ്പോഴാണ് മനസ്സിലായത് ലോക്നാഥ് ബെഹ്റ എത്തപ്പോ ഏതുവരുന്നു. മനസ്സിലായ? അപ്പൊ ഇത് സത്യം പറഞ്ഞ ഇതൊരു തന്ത്രമാണ്. അതായത് എന്ത് ചെയ്യുക, അല്ല രാഷ്ട്രീയത്തിലേക്ക് ഇത് ഉപയോഗിക്കുന്ന തന്ത്രമാണ്. അതായത് നിങ്ങളൊരു മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും മോശപ്പെട്ട ആളെ നോക്കി അവിടെ മന്ത്രിയാക്കുക. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവനെതിരെ വലിയ ആരോപണങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്നാൽ അവനെ എന്ത് ചെയ്തു മാറ്റും. അപ്പൊ അപ്പോഴാണ് നിങ്ങളുടെ മഹത്വ ആളുകൾ തിരിച്ചറിയുള്ളൂ. മനസ്സിലായി? ഇപ്പൊ പ്രജിത തന്നെ ഇടപെടുന്ന പല കാര്യങ്ങളിലും ഞാൻ പറയുന്നത്, പ്രജിത മാറിയിട്ട് പ്രജിതയേക്കാൾ വളരെ മോശപ്പെട്ട ഒരാളെ വെച്ചാലാണ് പ്രജിതത്തെ ബെറ്റർ ആയിരിക്കും കൂടെ വെക്കുന്നവർക്ക് എല്ലാം എന്ത് ചെയ്യാം. എന്റെ കാര്യത്തിലും അത് തന്നെ. ആ സമയം നമ്മളെക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരാളൊന്നും നടക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇവര് ശരിക്കും തെരഞ്ഞു പിടിച്ചു വെച്ചതാണ് ഈ പറയുന്ന ആളുകളെല്ലാം.